നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ മുരളീധരൻ ബിജെപിയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ ബിജെപിയിലെത്തും. കെ മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ല. കുരുതിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നെന്നും കെ മുരളീധരൻ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ ചങ്ങാത്തം ഭാവിയിൽ UDFന് വലിയ അപകടമാകും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 40,000-ഓളം CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും വലിയ ചോർച്ച ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിൽ നിന്നും EN സുരേഷ് ബാബു. പരാജയ കാരണങ്ങൾ പാർട്ടി വസ്തുതാപരമായി പരിശോധിക്കും. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് DCC ഓഫീസ് മതിലിൽ ഉൾപ്പെടെ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തോൽവിക്കു ശേഷം പാലക്കാട് DCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ച് രമ്യ ഹരിദാസ്. നേതാക്കളുടെ നിർദ്ദേശം ഗൌനിച്ചില്ലെന്ന DCC പ്രസിഡന്റിന്റെ പ്രതികരണം തെറ്റ്. വിമർശനം നടത്തേണ്ടത് പാർട്ടി വേദികളിൽ. മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത്തരം പ്രസ്താവന നടത്തിയത് ബാലിശ്യമെന്നും രമ്യ ഹരിദാസ്. ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി ജില്ലാ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയെന്ന് മുൻ MLA AV ഗോപിനാഥ്. ദേശമംഗലത്ത് ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്ന കല്ലുവെട്ട് ക്വാറിയിൽ ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധന. 8 ലോറികളും ഒരു JCBയും പിടിച്ചെടുത്തു. തുടരന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. യജ്ഞത്തിൽ 1000-ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പട്ടാമ്പി നഗരസഭയുടെ പച്ചത്തുരുത്ത് പദ്ധതി 2ാം ഘട്ടത്തിന് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം. പ്രേതാലയമായി പണിതീരാത്ത ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം. പാടനാംകുറിശ്ശിയിലെ 2.5 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായെന്ന് നാട്ടുകാർ. സ്പോർട്സ് ലോട്ടറി സമ്മാനത്തുക ഉപയോഗിച്ച് ആവിഷ്കരിച്ച പദ്ധതി പണം പാഴാക്കിയ പദ്ധതിയായെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. കെ മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ BJPയിൽ ചേരും. കെ മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമാണെന്ന് തൃശൂർ DCC ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. കെ മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും BJPയിലേക്ക് വരുമെന്ന് പത്മജ പറഞ്ഞു. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമാണ്. BJPയെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് കോൺഗ്രസിലുള്ളത്. മുരളീധരനടക്കം തെറ്റിദ്ധരിക്കപ്പെട്ട കോൺഗ്രസുകാർ BJPയിൽ ചേരും. കെ മുരളീധരൻ എന്ന തൻ്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ ചില നേതാക്കളോട് താൻ തന്നെ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത് ആരും ചെവിക്കൊണ്ടില്ല. ഇതോടെയാണ് BJPയിൽ ചേർന്നത്. കെ മുരളീധരനെ BJPയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല. നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് മുരളീധരൻ. എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും വിവരമില്ലാത്ത ആളൊന്നുമല്ല. നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരാളും മീഡിയേറ്ററായിട്ട് നിന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള 2 പിള്ളേരാണ് കെ കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് മുരളിയേട്ടനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. മുരളിയേട്ടന് വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. ആരൊക്കെയാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് DCC ഓഫീസിന്റെ മുന്നിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടെന്നും കെ മുരളീധരന്റെ തോൽവിയിൽ TN പ്രതാപന് വ്യക്തമായ പങ്കുണ്ടെന്നും പത്മജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. തൃശൂരിലെ പരാജയ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ നടത്തുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണം എന്നുതന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി
ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരൻ്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-ഉമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരും BJP-യും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ, ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടത്. തൃശൂരിൽ BJP ജയിച്ചത് CPM-BJP ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. പാലക്കാട് മണ്ഡലത്തിൽ 40,000 പാർട്ടി വോട്ടിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിക്കുമെന്നും സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ശക്തി കേന്ദ്രമായ മലമ്പുഴയിലും ഒറ്റപ്പാലത്തും വലിയ രീതിയിൽ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട്. തോൽവി അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ പരാജയ കാരണങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കുമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ശക്തമാക്കും. തിരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും പുതുമയല്ല. അതേസമയം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടി. ഇത് ഗുണം ചെയ്തത് RSSനും BJPക്കുമാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഞാനിതെല്ലാം കണക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് കോൺഗ്രസിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലുള്ള വർഗീയ സംഘടന നടത്തിയിട്ടുള്ള പ്രചാരം യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയതയ്ക്കാണ് ലാഭമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചതിൻ്റെ ദോഷം ഭാവിയിൽ UDFന് നേരിടേണ്ടി വരുമെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തോൽവിക്ക് ശേഷം DCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ച രമ്യ ഹരിദാസ്. നേതാക്കളുടെ നിർദ്ദേശം ഗൗനിച്ചില്ലെന്ന DCC പ്രസിഡന്റിന്റെ പ്രതികരണം തെറ്റാണെന്ന് രമ്യ പറഞ്ഞു. ഇത്തരം വിമർശനങ്ങൾ പാർട്ടിക്കകത്താണ്, മാധ്യമങ്ങൾക്ക് മുമ്പാകെയല്ല ഉയർത്തേണ്ടതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. എല്ലാ തീരുമാനങ്ങളും പാർട്ടിക്കൊപ്പം നിന്നാണ് എടുത്തത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. ഇതിനു പകരം പരസ്യ പ്രസ്താവന നടത്തുന്നത് അപക്വമാണ്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. വിമർശനങ്ങളും പരാതികളുമുണ്ടെങ്കിൽ മാധ്യമങ്ങളിലല്ല പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ഇല്ല, എൻ്റെ നേരത്തെ വന്ന ഏതോ ഒരു മാധ്യമ സുഹൃത്ത് അങ്ങനെ സൂചിപ്പിച്ചു. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് മുഴുവൻ പ്രവർത്തകരും എടുത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങൾക്കറിയാലോ, നല്ല കൊടും ചൂടിലാണ്. നിങ്ങൾ പോലും വന്നപ്പോൾ നല്ല കൊടും ചൂടിലാണ്. ആ ചൂടിൽ പോലും വെള്ളം പോലും കുടിക്കാതെ ഉച്ചഭക്ഷണം കഴിക്കാതെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പ്രവർത്തകരാണ് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അതുകൊണ്ട് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പോരായിരുന്നോ എന്നൊന്നും പറയാൻ ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, അതിനകത്ത് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ, പ്രാദേശിക തലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, അതൊക്കെ പാർട്ടി അതിൻ്റെ കണക്കൊക്കെ എടുത്ത് അത് പരിശോധിച്ച് വരുമ്പോഴാണല്ലോ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. പോരായ്മയുണ്ടായത് എവിടെയാണെന്നും വീഴ്ച പറ്റിയോ എന്നും പാർട്ടി പരിശോധിക്കും. പാർട്ടിയും മുന്നണി പ്രവർത്തകരും നന്നായി പ്രവർത്തിച്ചു. മന്ത്രി K രാധാകൃഷ്ണന്റെ സ്വന്തം ബൂത്തിൽ ലീഡ് നേടാനായത് അതിൻ്റെ തെളിവാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിറകെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച K മുരളീധരൻ കുരുതിക്ക് താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു. വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ലെന്നും മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുമെന്നും K മുരളീധരൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇനി പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും.
ഇനി ചെറുപ്പക്കാർ വരട്ടെ. ഇപ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറേ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി ജില്ലാ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയെന്ന് മുൻ MLA AV ഗോപിനാഥ്. ദുരിതമനുഭവിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമെന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കോൺഗ്രസ് മാത്രം ലീഡ് ചെയ്തിരുന്ന പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ തങ്ങളെ അവഗണിച്ചതിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് മുൻ MLAയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വിമത നേതാവുമായ AV ഗോപിനാഥ്. 2019 തങ്ങളുടെ കൂടി പിന്തുണയുള്ളതുകൊണ്ടാണ് തരൂർ നിയോജകമണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് മികച്ച ലീഡ് നേടാനായത്. കേരളം മുഴുവൻ UDF തരംഗമുണ്ടായിട്ടും ആലത്തൂരിലെ ഫലം UDFന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടി കൂടിയാണ്. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടെന്നും അവരുടെ പ്രതിഷേധമെന്തെന്ന് വരും ദിവസങ്ങളിൽ നേതൃത്വം മനസ്സിലാക്കുമെന്നും AV ഗോപിനാഥ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതുകൊണ്ട് കോൺഗ്രസിന് പണിയെടുക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ ഇടതുപക്ഷത്തിന് ഞങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. ജനങ്ങൾ വോട്ട് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് 7000 വോട്ട് ലീഡാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സുമൂതിന് 3500 വോട്ട് ലീഡാണ്. ഇതെല്ലാം മറികടന്നിട്ടാണ് ജനങ്ങൾ 1000 വോട്ട് ജനങ്ങൾക്ക് വിവേകവും ബുദ്ധിയും ഉണ്ടെന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിയ ഈ പ്രശ്നങ്ങളൊന്നും അനാവശ്യമായി കോൺഗ്രസിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ 60 കൊല്ലമായി കോൺഗ്രസ് പാർട്ടി അല്ലാണ്ട് വേറൊരാളും കൂടെ ലീഡ് ചെയ്യാണ്. ഈ 60 കൊല്ലം ലീഡ് ചെയ്യുന്ന ഒരു പഞ്ചായത്തിനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് വരുന്നിടത്ത് കാണാതെ പറഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇതുപോലെ എല്ലാ പഞ്ചായത്തിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും ദുരിതം അനുഭവിക്കുന്നുണ്ടാവും. അതിന്റെ ഫലം തരൂർ നിയോജകമണ്ഡലത്തിൽ കണ്ടു. അതാണ് ഈ ഒരു നിയോജകമണ്ഡലം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിലെ NDA വിജയം ആഘോഷമാക്കി ഷൊർണൂരിലെ BJP പ്രവർത്തകർ. കുളപ്പുള്ളി ടൗണിൽ ചൊവ്വാഴ്ച വൈകിട്ട് BJP ആഹ്ലാദ പ്രകടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞതിലും സുരേഷ് ഗോപി MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിലും ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കുളപ്പുള്ളി ടൗണിൽ BJP പ്രവർത്തകർ പ്രകടനം നടത്തിയത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. MP സതീഷ് കുമാർ, K പ്രസാദ്, സിനി മനോജ്, MK വിപിൻനാഥ്, V കൃഷ്ണൻകുട്ടി, KR അശ്വതി, ലേഖ രമേഷ്, T ബിന്ദു, ബിന്ദു മുകുന്ദൻ, നിഷ ശശികുമാർ, മനോജ് ആറാണി, KT രവിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്ററിൽ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ മുരളീധരനും പ്രതികരിച്ചിരുന്നു. തൃശൂർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അഭിമാന പോരാട്ടത്തിൽ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിച്ച K രാധാകൃഷ്ണന് ചേലക്കരയിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷം K രാധാകൃഷ്ണനിലൂടെ തിരിച്ചുപിടിച്ചത് 20,000 മുകളിൽ ഭൂരിപക്ഷത്തിന്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് K രാധാകൃഷ്ണൻ ചേലക്കരയിലെത്തിയത്. മന്ത്രിസ്ഥാനത്ത് നിന്നും ഇനി MP എന്ന പുതിയ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ നിരവധി പ്രവർത്തകരാണ് രാത്രി വൈകിയും ചേലക്കര സെന്ററിൽ കാത്തുനിന്നത്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലേക്കെത്തിയ K രാധാകൃഷ്ണന് ഹൃദയത്തിലേറ്റിയ സ്വീകരണമാണ് ചേലക്കരയിലെ പ്രവർത്തകർ ഒരുക്കിയത്. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും K രാധാകൃഷ്ണൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭയിൽ ആലത്തൂർ മണ്ഡലം ഇടത്തോട്ട് തന്നെ നിന്നു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും സഖാക്കളോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ
ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിന് വൻ ഭൂരിപക്ഷം നൽകിയ കുന്നംകുളവും ചേലക്കരയും തരൂരും ആലത്തൂരുമൊക്കെ വൻ ഭൂരിപക്ഷം സമ്മാനിച്ചില്ലെങ്കിലും കെ രാധാകൃഷ്ണനെ വീണുപോവാതെ ചേർത്തു പിടിച്ചു. നെന്മാറയിലും ചിറ്റൂരും വടക്കാഞ്ചേരിയിലും രമ്യ ഹരിദാസ് നേടിയ നേരിയ മേൽക്കൈ വോട്ടെണ്ണൽ ഘട്ടങ്ങളിൽ കെ രാധാകൃഷ്ണൻ എന്ന നേതാവിനെ മറികടക്കാൻ പോന്നവയുമായിരുന്നില്ല. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് 5 തവണ MLA, 1996 ആദ്യ വിജയത്തിൽ തന്നെ നായനാർ മന്ത്രിസഭയിൽ അംഗമായി. 2006 അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭാ സ്പീക്കർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നെങ്കിലും 2021 ചേലക്കരയിൽ നിന്നും മിന്നും ജയത്തോടെ രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായി. തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ചരിത്രം മാത്രമുള്ള കെ രാധാകൃഷ്ണന്റെ ഇത്തവണത്തെ വിജയം ഇടതുപക്ഷത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വിജയം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് UDF മണ്ണൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ കൂട്ടുമുക്കിൽ സമാപിച്ചു. VM അൻവർ സാദിഖ്, M ശിവപ്രകാശൻ, PC പ്രീതത്ത്, അശുജിത്ത്, KM അബ്ദുൽ ഹക്കീം, സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എല്ലാ സർവേയും മറികടന്നുകൊണ്ട് ശ്രീ VK ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് ശ്രീകണ്ഠൻ എത്തും എന്നായിരുന്നു മാധ്യമ സർവേ ഉണ്ടായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തും എന്നായിരുന്നു മാധ്യമ സർവേയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ വിജയിക്കുകയാണ് ഉണ്ടായത്. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധന. ദേശമംഗലത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കല്ലുവെട്ട് ക്വാറിയിൽ നിന്നും 8 ലോറിയും ഒരു JCBയും പോലീസ് പിടിച്ചെടുത്തു. ചെറുതുരുത്തി SI ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശമംഗലം പല്ലൂർ വറവട്ടൂർ ആയോട്ട് വീട്ടിൽ സിദ്ദിഖിന്റെ ലൈസൻസ് ഇല്ലാത്ത കല്ലുവെട്ട് ക്വാറിയിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് SI ബദറുദ്ദീൻ, CPOമാരായ നസീർ, രഞ്ജിത്ത്, ടിജോ എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ ജിയോളജി വിഭാഗത്തിന് കൈമാറുമെന്ന് SI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണം. ക്യാമ്പയിന്റെ നഗരസഭാതല ഉദ്ഘാടനം SMB ജംഗ്ഷൻ പരിസരത്ത് ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ശുചിത്വ ഹർത്താൽ ആചരിച്ച് വ്യാപാരി സമൂഹവും യജ്ഞത്തിൽ പങ്കാളികളായി. നല്ല ബോധവൽക്കരണത്തിന്റെ കൂടി ഭാഗമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. ഞാൻ അധികം സംസാരിച്ച സമയം കളയുന്നില്ല, കാരണം ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കലാണ് നമുക്കത്. നമ്മൾ പ്രസംഗം ആവാം, പക്ഷെ അത് പരിമിതപ്പെടുത്തുകയാണ്. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നു, പക്ഷെ പരിമിതപ്പെടുത്തുകയാണ്. നമ്മളിന്ന് MLA വരാം എന്നേറ്റതാണ്, പക്ഷെ അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേരാൻ സാധിക്കാതില്ല. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുറകെ വരുന്നവരും സംസാരം കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കലാണ്. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, ജിഷ, കൃഷ്ണകുമാർ, കൗൺസിലർമാരായ പ്രസാദ്, ലത, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ സുധീഷ്, ജയൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ നന്ദിയും പറഞ്ഞു. 1000-ലേറെ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് സമഗ്ര ശുചീകരണ യജ്ഞം നടത്തിയത്. SMB ജംഗ്ഷൻ പരിസരത്തായിരുന്നു നഗരസഭാതല ഉദ്ഘാടനം. 10 സെക്ടറുകളാക്കി തിരിച്ചാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും SMB ജംഗ്ഷൻ കൂനൻമുക്ക് മുതൽ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയും വോളണ്ടിയർമാർ വൃത്തിയാക്കി. റോഡിന്റെ ഇരുവശങ്ങളിലെയും കുറ്റിച്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയും വിജയകരമായി പൂർത്തീകരിച്ചു. നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, SN കോളേജിലെ NSS വോളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, വ്യാപാരികൾ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ആശാപ്രവർത്തകർ, നഗരസഭയിലെ
ശുചീകരണ ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയെ സ്വച്ഛ് ചാമ്പ്യന്മാരായി ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. മെഗാ ക്യാമ്പയിനോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ വ്യാപാരികൾ രാവിലെ 8 മുതൽ 10 വരെ ശുചിത്വ ഹർത്താൽ ആചരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പഞ്ചായത്തിന് ലഭിച്ച സ്പോർട്സ് ലോട്ടറി സമ്മാനത്തുക കൊണ്ടാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. 2.5 ഏക്കർ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥ നേരിട്ട് സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നതായി നിവാസികൾ പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് സ്പോർട്സ് ലോട്ടറി വഴി ലഭിച്ച 4 കോടി രൂപ വിനിയോഗിച്ച് വാരണാകുറിശ്ശിയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച ഓഡിറ്റോറിയമാണ് 90% പണി പൂർത്തിയായി പ്രവർത്തനം പാതി വഴിയിൽ നിലച്ചത്. കാടുകയറിയും പരിപാലനമില്ലാതെയും കോടികളുടെ കെട്ടിടം നശിക്കുകയാണിപ്പോൾ. പാതി വഴിയിൽ നിലച്ച പദ്ധതി ആരും തിരിഞ്ഞ് നോക്കാതായതോടെ ഓഡിറ്റോറിയവും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയതായി പരിസരവാസികൾ പറയുന്നു. രാത്രികാലങ്ങളിൽ മദ്യപാനമടക്കമുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് പ്രദേശവാസികളുടെ ആരോപണം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജനലുകൾ തകർത്ത നിലയിലാണിപ്പോൾ. 2019 നിർമ്മാണോദ്ഘാടനം നടന്നു. നിലവിൽ കെട്ടിടം പൂർത്തിയായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, ഇൻറ്റീരിയൽ, പ്ലംബിംഗ് വർക്കുകളും അനുബന്ധ പ്രവൃത്തികളും ഇനി നടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ഓഡിറ്റോറിയം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ ഒരു ഓഡിറ്റോറിയം വർഷങ്ങളായിട്ട് പണി തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 7 വർഷത്തോളം ആയെന്നാണ് എൻ്റെ കണക്ക്. ഈ ഓഡിറ്റോറിയം കാട് പിടിച്ച് കിടക്കുന്നു. അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ പുറത്തുനിന്ന് അനാവശ്യമായ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പട്ടി നായക്കളുടെ ശല്യം ഓവറായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓഡിറ്റോറിയം പണി തീർത്ത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പണി തീർത്ത് ഇതിനെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സാധാരണക്കാരന് ഈ പുറത്തുപോയി ഓഡിറ്റോറിയത്തിന് 50,000 60,000 കൊടുക്കുന്നത് ഇവിടെ നിസാര പൈസയ്ക്ക് സാധാരണക്കാരന് കല്യാണം നടത്താൻ പറ്റുന്നൊരു ഓഡിറ്റോറിയമാണത്. നല്ല സൗകര്യങ്ങളുള്ളൊരു ഓഡിറ്റോറിയമാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളവും. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടുകാരെല്ലാവർക്കും സ്വന്തം വീടിനടുത്ത് തന്നെ നടക്കുന്ന ഓഡിറ്റോറിയമാണ് അത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയമുള്ള പഞ്ചായത്താണ് ഓങ്ങല്ലൂർ. ആഘോഷങ്ങൾക്ക് 50,000 രൂപ മുതൽ 2 ലക്ഷം വരെയാണ് സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾ വാടക ഇനത്തിൽ ഈടാക്കുന്നത്. ചെറിയ യോഗങ്ങളും സാംസ്കാരിക പരിപാടികളും ഇത്രയധികം വാടക നൽകി നടത്താൻ കഴിയാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് സാധാരണക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓഡിറ്റോറിയം വേണമെന്ന ആശയം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചത്. എന്നാൽ പണിത ഓഡിറ്റോറിയമാകട്ടെ നിർമ്മാണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ പരിസരവാസികൾക്കും ഏറെ എതിർപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിൽ നവീകരണ പ്രവൃത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം വെൽഫെയർ പാർട്ടി കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കരീം പാറളി ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കുളം വലിയപറമ്പ് കോഴിയോട് റോഡാണ് അധികൃതരുടെ അനാസ്ഥയിലും അവഗണനയിലും തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായിട്ടുള്ളത്. അയ്യങ്കുളത്ത് നടന്ന വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമത്തിൽ തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷരീഫ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ഭാരവാഹി വി സുലൈമാൻ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മോഹനൻ സ്വാഗതവും ബി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ചെറുതുരുത്തി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കാശ് വേണ്ടാന്ന് പറഞ്ഞിട്ട് 2-4 ആളും നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വേറെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ സംഘടനയില് ഈ ഭദ്രം പദ്ധതി, ഇപ്പൊ ഭദ്രം പ്ലസ് പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കും ജീവനക്കാർക്കും ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ചേരാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുള്ളത്. ഭദ്രം പ്ലസ് 5 ലക്ഷത്തിൻ്റെ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഹംസകുട്ടി അധ്യക്ഷനായി. യൂണിറ്റ് ട്രഷറർ വി രാമചന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ്, നേതാക്കളായ സി എം സൈദലവി ഹാജി, കെ പി ഗോവിന്ദൻകുട്ടി, എം എസ് മുഹമ്മദ്, പി ഉണ്ണികൃഷ്ണൻ, കെ വൈ ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റ് മായ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി പി എ അലി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ
ജോയിന്റ് സെക്രട്ടറി VA ആനന്ദ് നന്ദി അറിയിച്ചു. പഴയ ഭരണസമിതിയെ വീണ്ടും തിരഞ്ഞെടുത്തു. നിലവിലുള്ള ഭരണസമിതിയെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ പച്ചത്തുരുത്ത് രണ്ടാം ഘട്ട പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്താണ് ആദ്യമായി നഗരസഭയുടെ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിന്റെ പ്രവർത്തനം നടന്നുവരികയാണ്. രണ്ടാമത്തെ പച്ചത്തുരുത്ത് പദ്ധതി പ്രവർത്തനമാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ വരുത്തിവെച്ചതാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ചത്തുരുത്തുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ പരിധിയിൽ 2 പച്ചത്തുരുത്തുകളാണ് നിർമ്മിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ വർഷം കള്ളിക്കാട് പ്രദേശത്ത് ഒരു പച്ചത്തുരുത്ത് നിർമ്മിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിലെ NSS വളണ്ടിയർമാരുടെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ പ്രതിജ്ഞ ചൊല്ലലും ഉണ്ടായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ V. ജോയ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. രാജൻ മാസ്റ്റർ, KT റുക്കിയ എന്നിവർക്ക് പുറമെ സുബ്രഹ്മണ്യൻ, സംഗീത, സാഹിറ, അരുൺകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. NSS വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചെറുമുണ്ടശ്ശേരി സ്കൂളിലും അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചത്. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. 20 വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടന്നു. ഭൂപുനഃസ്ഥാപനം, മരുവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾ. ചെറുമുണ്ടശ്ശേരി സ്കൂളിലെ പ്രധാന അധ്യാപിക K. മഞ്ജു, അധ്യാപകരായ T. പ്രകാശ്, വനമിത്ര അവാർഡ് ജേതാവ് N. അച്യുതാനന്ദൻ, കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ, ഡോക്ടർ P. വിനോദ്, TR ധനേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ CM രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K. സുധി, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഫലവൃക്ഷത്തൈകൾ നട്ടാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും മരത്തൈ വെച്ച് പിടിപ്പിക്കും എന്നുള്ളതല്ലാണ്ട് അതിന് തുടർ സംരക്ഷണം എന്നുള്ള നിലയിൽ ആരും ഏറ്റെടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റുമുള്ളതുകൊണ്ട് നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അത് കൃത്യമായി തുടർ പരിചരണം ചെയ്യാത്തത് കൊണ്ട് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എന്തായാലും നമ്മൾ ഒരു തൈ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതല്ല, അതായത് നമ്മൾ ദിനാചരണങ്ങളെല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതൊരു ദിനാചരണം മാത്രമായി പോകാതെ തുടർന്നുള്ള അതിൻ്റെ എല്ലാ സംരക്ഷണത്തിലും നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ്. ഇപ്പോൾ മെഡിക്കൽ ഓഫീസറോട് സൂചിപ്പിക്കുകയുണ്ടായി. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഷബി പരിസ്ഥിതി ദിനാചരണ പ്രതിജ്ഞ ചൊല്ലി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശെൽവരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കാളികാവ് ഭാരതപ്പുഴയുടെ തീരത്ത് പച്ചത്തുരുത്ത് നിർമ്മാണം തുടങ്ങി. തുടർന്ന് ഫലവൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചു. വൃക്ഷത്തൈകൾ സപ്പോട്ട ഉൾപ്പെടെയുള്ള കൊയ്യക്ക ഉൾപ്പെടെയുള്ള ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഒരു പച്ചത്തുരുത്തിന് രൂപം നൽകുകയാണ്. വരും വർഷങ്ങളിൽ അത് വളർന്ന് വലുതായി ഓക്സിജൻ നൽകുന്നതോടൊപ്പം തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ട ഭക്ഷണവും നൽകുന്നതിനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് ഒരുക്കുകയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം പാഞ്ചാലി, സെക്രട്ടറി കൊച്ചുനാരായണി, മിഥുല ശ്രീനാഥ്, സൂരജ്, ആതിര, സരിത, വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി അൻവാർ ക്യാമ്പസിൽ G-സമ്മിറ്റ് നടത്തി. പരിപാടി പരിസ്ഥിതി പ്രവർത്തകനും കേരള വനമിത്ര പുരസ്കാര ജേതാവുമായ കല്ലൂർ ബാലൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നിത്യകാല പ്രസക്തിയെക്കുറിച്ച്
കല്ലൂർ ബാലൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. OK അബ്ദുറഹ്മാൻ അൽഹസനി അധ്യക്ഷനായി. ഖത്തർ FVK ഡയറക്ടർ മുഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി. പ്രകൃതിയുടെ സസ്യ ജൈവ സമ്പത്തുകൾ നിലനിൽക്കുവാനും വെള്ളം, കൃഷി ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ തലമുറകൾക്ക് കൈമാറാനും ആവശ്യമായ അവബോധങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പരിസ്ഥിതി ദിന ബോധവൽക്കരണ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുടെ പ്രദർശനം, പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ, മരം നടൽ, പരിസ്ഥിതി ദിന സ്പെഷ്യൽ മാഗസിൻ പ്രകാശനം എന്നിവ നടന്നു. മുഹമ്മദ് അൽഹസനി, OK അബ്ദുറഹ്മാൻ അൽഹസനി, താജുദ്ദീൻ അൽഹസനി, ഷക്കീർ അൽഹസനി, സുഫിയാൻ അൽഹസനി, നിയ സഖാഫി, അബ്ദുൾ റഷീദ് സുഹരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്തി ലക്ഷ്യമിട്ട് പേപ്പർ കവറുകൾ നിർമ്മിച്ച് ചെറുതുരുത്തി LP സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ കവറിന്റെ ഉദ്ഘാടനം വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന മാലിന്യങ്ങൾ അതിനുള്ള ശാശ്വത പരിഹാര നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്ന് തന്നെ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് ഉപയോഗം മാറ്റി പേപ്പർ ബാഗിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ള വലിയൊരു സന്ദേശം നമ്മുടെ സ്കൂൾ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ജില്ലയിലെ തന്നെ വേറൊരു സ്കൂൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല. സ്കൂൾ തുറന്ന് 3ാമത്തെ ദിവസം ജൂൺ 5-ന് ഇന്ന് തന്നെ നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കുട്ടികൾ ഉണ്ടാക്കിയ ബാഗ് ഇന്ന് ഇവിടെ സ്കൂളിന് വേണ്ടി ഏറ്റുവാങ്ങുകയാണ്. പരിപാടിയിൽ PTA പ്രസിഡന്റ് EK അലി അധ്യക്ഷനായി. 1000-ഓളം കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകൾ കുട്ടികളുടെ വീട്ടിലെ ആവശ്യത്തിനും സമീപത്തുള്ള കടകളിലും പഞ്ചായത്തിനും കൈമാറി. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് മുഖ്യ അതിഥിയായി. HM ഇൻചാർജ് ശാലിനി, ഗഫൂർ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് വിബീഷ, ടീച്ചർമാരായ അബിത, രഞ്ജിനി, കവിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. യൂണിയൻ നേതൃത്വത്തിൽ ബുധനാഴ്ച ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. ഞാൻ നിങ്ങളത്തെ ബോധവാന്മാരല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ ആരംഭം കുറിച്ചത് 1972 സ്വീഡനിലെ ബർക്കോപ്പ് എന്ന സ്ഥലത്ത് വെച്ചാണ് തീരുമാനമായത്. നല്ല തീരുമാനമാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചു. അത് ജൂൺ 5-ാം തീയതി, അതാണ് ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ലോകരാഷ്ട്രങ്ങൾ ലോകം ഒന്നിച്ചടക്കം ഒരു ദിനം ആചരിക്കുന്നത് വളരെ ദുർലഭമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ദിവസം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ കുളഞ്ചേരിക്കുളത്തിന് സമീപമുള്ള കുടുംബാരോഗ്യ കേന്ദ്രമാണ് ശുചീകരിച്ചത്. തുടർന്ന് നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ KK മണികണ്ഠൻ ക്ലാസ് എടുത്തു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ നായർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ES കൃഷ്ണൻ സ്വാഗതവും MK മോഹൻദാസ് നന്ദിയും പറഞ്ഞു. യൂണിയൻ അംഗങ്ങൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. യൂണിയൻ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 5 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും സമ്മാനിച്ചു. പ്രസിഡന്റ് TK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ സ്വാഗതവും MK മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU കോങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് P ദിനകരൻ മാസ്റ്റർ അധ്യക്ഷനായി. കേരള ഫോറസ്റ്റ് റിസർച്ച് റിട്ടയർഡ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ MP സുജാത മുഖ്യപ്രഭാഷണം നടത്തി. പിന്നെ എപ്പോഴോ അത് ഈ പറഞ്ഞ നമ്മുടെ അത്യാർത്തി, പിന്നെ വികസനം എന്നുള്ളൊരു വാക്ക് നമുക്ക് എപ്പോഴും ഉണ്ട്. അത് കാരണം അത് നമുക്ക് നഷ്ടപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ ലെവലിലെത്തി. പക്ഷേ തുടർന്ന് പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം P രാധാദേവി, സെക്രട്ടറി TP അച്യുതാനന്ദൻ, P നാരായണൻകുട്ടി മാസ്റ്റർ, N രാധാകൃഷ്ണൻ നായർ,
കൗസല്യ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് ഡോക്ടർ സുജാതയെ യൂണിറ്റ് ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോട്ടായി KSSPU പെരിങ്ങോട്ടുകുറിശി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടന്നു. കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിലെ വയോജന പാർക്കിന്റെ ഇരുവശങ്ങളിലും ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുറിശി വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ പൂന്തോട്ട നിർമ്മാണം നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി KSSPU കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ജീവൻ ലോകവും ഒക്കെ ആചരിക്കുന്ന വേളയിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിയൻ കോട്ടായി യൂണിറ്റ് ഇത്തരത്തിലൊരു ഉദ്യമത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തും ലോകത്തും എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ ധാരാളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ദിനമായിട്ടാണ് നാം ഇന്ന് കാണുന്നത്. KSSPU യൂണിറ്റ് പ്രസിഡന്റ് വാസു മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ലളിത B. മേനോൻ സുഗതകുമാരി കവിതകൾ ചൊല്ലി. യൂണിറ്റ് സെക്രട്ടറി മാധവൻ സ്വാഗതവും ട്രഷറർ KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തൈ വിതരണവും നടന്നു. പെരിങ്ങോട്ടുകുറിശി KSSPU യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് K. മോഹനകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം കമലം, വില്ലേജ് ഓഫീസർ ജലീൽ, PV ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി TK രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് K. പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് തൈ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ പരിസ്ഥിതി ദിനാചരണവും യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും യാത്രയയപ്പ് യോഗം കൗൺസിലർ KT റുഖിയയും ഉദ്ഘാടനം ചെയ്തു. മരങ്ങളെയും ജലാശയങ്ങളെയും കൃഷിയെയും നശിപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലമായി കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് ഈ യോഗം ചെയ്യുന്ന പട്ടാമ്പിയുടെ ഏറ്റവും അടുത്താണ് ഭാരതത്തിൽ. കോളേജിലെ NCC അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ 1.5 പതിറ്റാണ്ടുകാലം സർക്കാർ സംസ്കൃത കോളേജിൽ അസോസിയേറ്റ് NCC ഓഫീസറായി വിരമിച്ച ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദുവിനാണ് യാത്രയയപ്പ് നൽകിയത്. പരിപാടിയിൽ വെച്ച് പുതിയ NCC കെയർടേക്കർ ഓഫീസറായ ഡോക്ടർ A. പ്രമോദിനുള്ള സ്വീകരണവും നടന്നു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ VS ജോയ് അധ്യക്ഷനായി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയൻ നായിബ് സുബേദാർ MK രമേഷ് കുമാർ, മുൻ ലൈബ്രറിയൻ S. അഴഗിരി, അലുമിനി ഭാരവാഹികളായ CU മനോജ് കുമാർ, ഷെരീഫ് തുമ്പിൽ, ചിത്രമേഘൻ, ബാലലക്ഷ്മണൻ എഴുവന്തല, ഷാജഹാൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ AUP സ്കൂളിൽ വിവിധ പരിപാടികളോടുകൂടി പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനാഘോഷം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ശില്പശാലയിലൂടെ നിർമ്മിച്ച 1000 പേപ്പർ ബാഗുകൾ നിർമ്മിച്ചതിൻ്റെയും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള പെൻ ബോക്സിന്റെ ഉദ്ഘാടന കർമ്മവും ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. നമ്മുടെ ഭൂമിയിൽ പ്ലാസ്റ്റിക്കിന്റെ ഈ വേസ്റ്റ് പേനകൾ അതുപോലെ ശേഖരിച്ച് അത് നമ്മൾ മണ്ണിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ അങ്ങനെ ഒരുപാട് ചെറിയ പ്രവൃത്തി എന്ന് പറയുന്നത് കാണുമ്പോൾ ചെറുതാണെങ്കിലും അതൊരുപാട് സന്ദേശമുണ്ടാക്കാൻ മണ്ണൂർ AUP സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത് അത് വലിയൊരു സന്ദേശമാണ്. PTA പ്രസിഡന്റ് ഗണേശൻ അധ്യക്ഷനായി. KM അബ്ദുൾ ഹക്കീം, TA ഷെരീഫ, PS വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. MT ഷിഹാബുദ്ദീൻ, അമൽ ശങ്കർ, S. അജിത് കുമാർ, KR ദീപു, A. ബീന, S. അനിത, ശ്രീലജ, PS സ്വാതി, C. അനുസ്മിത, ഗ്രീഷ്മ, ഉമാദേവി, ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ
മഹല്ല പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഖത്തീബ് സീദലവി അൻവരി മദ്രസ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സന്ദേശം നൽകി. സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, സലീം മൗലവി, ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. വചനം വളരെ പ്രാധാന്യത്തോടെ ഈ സമകാലിക കാലത്തും നമ്മൾ ചേർത്തു വായിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നാളെ അന്ത്യനാൾ സംഭവിക്കുകയാണെങ്കിലും നിങ്ങൾ ഇന്നൊരു നിങ്ങളുടെ കയ്യിലുള്ള തൈ നിങ്ങൾ പിടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് അവന്റെ കയ്യിലുള്ള തൈ നട്ടുപിടിപ്പിക്കലും അവന്റെ കൃഷി ചെയ്യലുമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ആ കൃഷിയിലൂടെ ഒരുപാട് ആളുകൾ. പാലക്കാട് ജില്ലാ ടിപ്പർ ഹൈഡ്രോളിക്സ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലെ ജീവനക്കാർ എന്ന് പറയുന്നത്, തൊഴിലാളികൾ എന്ന് പറയുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. ഒരു രോഗിക്ക് കിഡ്നി രോഗബാധിതനായപ്പോൾ ഒരാഴ്ചക്കാലം വണ്ടി ഓടിച്ച വണ്ടിയുടെ പരസ്യം 12 ലക്ഷം രൂപ സമാഹരിച്ച അവസാനം ആ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷെ നടന്നില്ല. അതിനു മുമ്പ് അവർ നടത്താം. പക്ഷെ അവരുടെ കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം ഉൾപ്പെടെ വാങ്ങിച്ചു. നല്ല മാതൃകാപരമായി ഇപ്പോൾ ആക്സിഡൻ്റായിട്ടുള്ള ഒരാൾ വാണിയംകുളത്ത് തൊഴിലാളി M. പ്രകാശ് അധ്യക്ഷത വഹിച്ചു. നോഡൽ ഓഫീസർ S. രാധിക, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് V. അമിത് കുമാർ, ലേ സെക്രട്ടറി KR ശ്രീലത, മനോജ് നെല്ലിക്കുറിശി, ജോൺസൺ ജേക്കബ്, C. വേണുഗോപാലൻ, KT സൈതലവി, CT അബ്ദുൽ സത്താർ എന്നിവർ സംസാരിച്ചു. 50ഓളം വളണ്ടിയർമാർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ വെട്ടിക്കാട്ടിരി റേഞ്ച് പരിധിയിലെ മദ്രസാധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ പരിശീലന പരിപാടിയായ മുഅല്ലിം എംപവർമെന്റ് പ്രോഗ്രാമിന് തുടക്കമായി. പാഞ്ഞാൾ പുഷ്കരം നജ്മുൽ ഹുദ മദ്രസയിൽ സംഘടിപ്പിച്ച പരിപാടി സമസ്ത കേന്ദ്ര മുഷാവറാംഗം താഴപ്ര മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപന രംഗത്ത് കാലോചിതമായ മനഃശാസ്ത്ര സമീപനവും പഠന പാഠ്യേതര രംഗങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ നവീന അധ്യാപന രീതികളും ഉൾപ്പെട്ട ട്രെയിനിംഗ് കോഴ്സാണ് നടക്കുന്നത്. മദ്രസ മുഖദ്ദിസ് മുഹമ്മദ് കുട്ടി സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മദ്രസ അങ്കണത്തിൽ മാവിൻ തൈ നടൽ ചടങ്ങും നടന്നു. പഠിക്കുന്നവരും മാറി മാറി വരികയാണ്. പഠിപ്പിക്കുന്നവർ മാറുന്നുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാറുന്നുണ്ട്. അതോടുകൂടെ പഠിപ്പിക്കുന്നവരുടെയും പഠിക്കുന്നവരുടെയും സാഹചര്യങ്ങളും സമയങ്ങളും അവസരങ്ങളും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും അടിസ്ഥാന മൂല്യങ്ങൾക്ക് മാറ്റം വരുത്താതെ, അടിസ്ഥാന ആശയങ്ങൾക്കോ മൂല്യങ്ങൾക്കോ മാറ്റം വരുത്താത്ത നിലക്ക് റേഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി പാറപ്പുറം അധ്യക്ഷനായി. റേഞ്ച് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സഖാഫി വെട്ടിക്കാട്ടിരി ആമുഖ പ്രഭാഷണം നടത്തി. FJM സ്റ്റേറ്റ് ട്രെയിനർ ഗഫൂർ സഖാഫി ട്രെയിനിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകി. മുഹമ്മദ് കുട്ടി സഖാഫി, ഷെരീഫ് ബാഗവി, ഷമീർ സഖാഫി, മഹൽ പ്രസിഡന്റ് മൊയ്തുണ്ണി, സെക്രട്ടറി ഉമ്മർ, കുഞ്ഞി മുഹമ്മദ്, സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും എംപവർമെന്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഹരിതം സഹകരണം ഒറ്റപ്പാലം താലൂക്ക് തല വൃക്ഷത്തൈ വിതരണം ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C. വിമല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ബാലകൃഷ്ണൻ തൃക്കങ്ങോടിന് വൃക്ഷത്തൈ നൽകിയാണ് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C. വിമല ഹരിതം സഹകരണം ഒറ്റപ്പാലം താലൂക്ക് തല വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തത്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. അതിന് നമ്മൾ സഹകരണ വകുപ്പ് ഇതിനോടൊപ്പം നിന്നുകൊണ്ട്, സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഹരിതം സഹകരണം എന്ന പദ്ധതി 2018 ആവിഷ്കരിക്കുകയും അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഈ 5 വർഷത്തിനും ഫലവൃക്ഷ തൈകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അയച്ചു തരിക. ആയത് പ്രകാരം നമ്മൾ ഈ 5 വർഷവും പല വിധത്തിലുള്ള തെങ്ങിൻ തൈ, പ്ലാവ്, കശുമാവ്, പുളി, അതുപോലെ 2023 നമുക്ക് മാംഗോസ്റ്റീനാണ് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും തൈകൾ നമ്മൾ എൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ താലൂക്കിൽ നമ്മുടെ ഇങ്ങനൊരു പ്രത്യേക തരമുള്ള തൈകൾ മാത്രം ഒരു 10,000-ലധികം നമ്മുടെ താലൂക്കിൽ നിന്ന് നമ്മൾ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് K. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി എൻ ലത, AM സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 50 പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ പലരും വൈകാതെ BJPയിലെത്തും. കെ മുരളീധരനെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ. തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ല. കുരുതിക്ക് നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നെന്നും കെ മുരളീധരൻ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി SDPI വർഗീയ സംഘടനകൾ നടത്തിയ പ്രചാരണം കേരളത്തിൽ ഹിന്ദു വർഗീയതയ്ക്ക് ആക്കം കൂട്ടിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഈ ചങ്ങാത്തം ഭാവിയിൽ UDFന് വലിയ അപകടമാകും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 40,000-ഓളം CPM വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും വലിയ ചോർച്ച ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിൽ നിന്നും EN സുരേഷ് ബാബു. പരാജയ കാരണങ്ങൾ പാർട്ടി വസ്തുതാപരമായി പരിശോധിക്കും. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് DCC ഓഫീസ് മതിലിൽ ഉൾപ്പെടെ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തോൽവിക്കു ശേഷം പാലക്കാട് DCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ച് രമ്യ ഹരിദാസ്. നേതാക്കളുടെ നിർദ്ദേശം ഗൌനിച്ചില്ലെന്ന DCC പ്രസിഡന്റിന്റെ പ്രതികരണം തെറ്റ്. വിമർശനം നടത്തേണ്ടത് പാർട്ടി വേദികളിൽ. മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത്തരം പ്രസ്താവന നടത്തിയത് ബാലിശ്യമെന്നും രമ്യ ഹരിദാസ്. ആലത്തൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി ജില്ലാ നേതൃത്വത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള തിരിച്ചടിയെന്ന് മുൻ MLA AV ഗോപിനാഥ്. ദേശമംഗലത്ത് ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്ന കല്ലുവെട്ട് ക്വാറിയിൽ ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധന. 8 ലോറികളും ഒരു JCBയും പിടിച്ചെടുത്തു. തുടരന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ ഷൊർണൂരിൽ നഗരസഭയുടെ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. യജ്ഞത്തിൽ 1000-ഓളം പേർ പങ്കാളികളായി. ശുചിത്വ ഹർത്താലുമായി വ്യാപാരികളും. ജീവന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ലോക പരിസ്ഥിതി ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ഭൂമി പുനഃസ്ഥാപിക്കലും മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധവും ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പട്ടാമ്പി നഗരസഭയുടെ പച്ചത്തുരുത്ത് പദ്ധതി 2ാം ഘട്ടത്തിന് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം. പ്രേതാലയമായി പണിതീരാത്ത ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം. പാടനാംകുറിശ്ശിയിലെ 2.5 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായെന്ന് നാട്ടുകാർ. സ്പോർട്സ് ലോട്ടറി സമ്മാനത്തുക ഉപയോഗിച്ച് ആവിഷ്കരിച്ച പദ്ധതി പണം പാഴാക്കിയ പദ്ധതിയായെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.